സർ ഗവൺമെൻറ് സ്കീംസിനെ കുറിച്ച് പറയണ്ടായി മുദ്ര യോജന പോലത്തെ. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമോ? അതായത് ഈ MSMEസിന് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ് സ്കീംസും സബ്സിഡീസിനെ കുറിച്ച്. MSMEകൾക്കും ചെറിയ സംരംഭകർക്കും ഒക്കെ ആയിട്ട് ഗവൺമെൻറ് പല തരത്തിലുള്ള സപ്പോർട്ടും ഇനിഷ്യേറ്റീവ്സും എടുക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ചെയ്യുന്നത് ഇപ്പോൾ MSME പല രീതിയിലാണ് ചെയ്യുന്നതെന്ന് മാത്രം. ഇപ്പം മുദ്ര പോലെയുള്ള പ്രോജക്റ്റ്സ് എല്ലാം ഇത് ചെയ്യുന്നത് ബാങ്കുകൾ വഴിയാണ്. അവർ ബാങ്കുകൾ വഴി എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഇപ്പോൾ അപ് ടു ഒരു 20 lakhs വരെ മുദ്ര യോജനയിൽ അവർ ഫിനാൻസ് ചെയ്യും. അപ്പം ഇനിഷ്യലി മേ ബി 10 lakhs വരെയൊക്കെ കിട്ടുള്ളൂ, പക്ഷേ അപ് ടു 20 lakhs വരെ ഇത് ചെയ്യാം. അപ്പോൾ വാട്ട് ദേ ഹാവ് ഡൺ ഈസ് ബാങ്കുകൾക്ക് ഗവൺമെൻറ് അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തേക്കാണ്, യു ക്യാൻ പ്രൊവൈഡ് 20 lakhs വരെ കൊളാറ്ററൽ ഇല്ലാണ്ട് ലോൺസ് കൊടുക്കണം. പക്ഷേ അതിന് ഈ ബിസിനസ് ഓണർ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് ഓണർ അവരുടെ ബിസിനസ് ഐഡിയ എന്താണെന്നുള്ളത് റൈറ്റിംഗ് ആക്കി അതിൻ്റെ ഒരു റവന്യൂസും അതിൻ്റെ പ്രോഫിറ്റബിലിറ്റിയും പ്രൊജക്റ്റ് ചെയ്ത് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടായിട്ട് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യണം. പ്ലസ് അതർ ഡീറ്റെയിൽസ് മാറ്റർ. ഇപ്പം ഈ ബിസിനസ് ഓണറുടെ പ്രീവിയസ് ക്രെഡിറ്റ് ഹിസ്റ്ററി, സിബിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് ബാങ്ക് അത് ഫിനാൻസ് ചെയ്യും. അപ്പോൾ അതിന് കൺസെഷൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. ലൈക്ക് ഇപ്പോൾ ഐ തിങ്ക് ഇപ്പോൾ ഒരു 10-11 ആ റേഞ്ചിലായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. പക്ഷേ ഒരു ഇനിഷ്യൽ ബിസിനസ് തുടങ്ങുന്ന ആൾക്ക് അതെപ്പോഴും ഒരു വലിയ സപ്പോർട്ടായിരിക്കും. ഈവൻ ഞങ്ങൾ വരെ ബിസിനസ് തുടങ്ങിയ സമയത്ത് മുദ്ര ലോൺസ് എടുത്തിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പോൾ CGTMSE പറഞ്ഞത് ഗവൺമെൻറ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഇത് ഗ്യാരണ്ടി ചെയ്യുവാണ്. ബാങ്കുകൾക്ക് ലോൺ കൊടുക്കാം, ഐ തിങ്ക് 2 crores വരെയാണെന്ന് തോന്നുന്നു ലോൺ കൊടുക്കാം ബിസിനസ് ഓണേഴ്സിന്. അതിന് ഗ്യാരണ്ടി ഗവൺമെൻറ് ചെയ്യും. അപ്പോൾ ആ ഗ്യാരണ്ടി ഗവൺമെൻറ് ചെയ്യുന്നതിന് ഒരു 1% or 2% ഫീ ഈ ബിസിനസ് ഓണർ അവർക്ക് അടച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ലോൺ കിട്ടും. അപ്പം ഇത്രയും വലിയൊരു തുക ഈ ബിസിനസ് ഓണർക്ക് കിട്ടണമെങ്കിൽ ബിസിനസ് ഓണർ നോർമലി ആണെങ്കിൽ കൊളാറ്ററൽ പ്രൊവൈഡ് ചെയ്യണം. പക്ഷേ കൊളാറ്ററൽ ഇല്ലാത്ത ഒരു നല്ല ബിസിനസ് ഓണർക്ക് അല്ലെങ്കിൽ നല്ല ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഓണർക്ക് ഇത് CGTMSE ഒരു വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സപ്പോർട്ടാണ്. മുദ്ര യോജന അല്ലെങ്കിൽ ഈ SIDBI സ്കീമൊക്കെ അതിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ് ക്വാളിഫൈ ആവുന്നത് എങ്ങനെയാണ്? മുദ്ര യോജന ഈസ് ഫോർ MSEs, മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിനാണ് മുദ്ര യോജന കിട്ടുള്ളൂ. ഉദ്യം രജിസ്ട്രേഷൻ ഉണ്ടാവണം. പിന്നെ മുദ്ര യോജന നോർമലി ഇത് ചെയ്യുന്നത് ഒരു ഇനീഷ്യൽ ഇയേഴ്സിനാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യൽ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ മുദ്ര യോജന ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. SIDBI സ്കീംസും അങ്ങനത്തെ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് സ്കീംസും അത് വേറെ രീതിയിൽ നിൽക്കുന്ന കാറ്റഗറിയാണ്. അത് കൂടുതലും ഒരു മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് ഇത് ചെയ്യുന്ന അങ്ങനത്തെ ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് പ്രോജക്ട്സിനാണ് SIDBI കൂടുതൽ, ഒരു ഇൻഡസ്ട്രീസിനാണ് കൂടുതൽ SIDBI പോലുള്ള സ്ഥാപനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യുന്നത് അവർ ഈ പറയുന്ന പോലെ തന്നെ കൊളാറ്ററലൊന്നും ഇല്ലാണ്ട് അവർ ലോൺസ് ഗ്രാൻറ്റ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ അവരുമായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കും, ഇന്ന രീതിയിൽ റീപേയ്മെൻറ്റ് ചെയ്യാം, ഇന്ന രീതിയിൽ അതിൻ്റെ യൂട്ടിലൈസേഷൻ നടത്താം എന്നുള്ള രീതിയിൽ ഇത് ചെയ്തിട്ട് നമ്മൾ അവരുമായിട്ടൊരു എഗ്രിമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് അവർ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഈ കേസിലെല്ലാം ഇതെന്താണെന്ന് വെച്ചാൽ ഈ സപ്പോർട്ട് സ്കീംസും ഇതെല്ലാം ഓരോ രീതിയിലാണ്. ഇപ്പോൾ SIDBI വഴി ഒരിത്, ഇപ്പോൾ കിൻഫ്ര വഴി കൊടുക്കുന്നുണ്ട്, KFC വഴി ഉണ്ടാവാം, അല്ലെങ്കിൽ ബാങ്ക്സ് വഴി ഉണ്ടാവും. ഇതെല്ലാം എങ്ങനെയാണെന്നുള്ളതിൻ്റെ സ്കീംസും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ആ സമയത്ത് നമ്മൾ ഓരോ സ്ഥാപനത്തിലും അന്വേഷിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതിനൊരു വൺ പോർട്ടലില്ല എന്തൊക്കെ സ്കീംസാണ് ഉള്ളതെന്നുള്ളത്. നമുക്ക് ആ സ്ഥാപനങ്ങൾ ഇപ്പോൾ SIDBIയിൽ നമ്മൾ ഇപ്പോൾ ചെന്ന് ചോദിച്ചാലാണ് നമുക്കിപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള എന്തൊക്കെ സ്കീമുകളാണ് ഇതെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിന് പുറമേ നമുക്ക് MSMEകൾക്ക് സബ്സിഡീസ് കാര്യങ്ങളുണ്ട്. ഇപ്പം ESS സബ്സിഡീസ് ഉണ്ട്. ഇപ്പോൾ മാനുഫാക്ചറിങ് ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ 1 കോടിയുടെ 30% വരെ MSME സ്ഥാപനങ്ങൾക്ക് സബ്സിഡീസ് കിട്ടും. മാനുഫാക്ചറിങ് കൺസേൺ ആണ്, വുമൺ എൻ്റർപ്രണേഴ്സിനുണ്ടെങ്കിൽ അവർക്ക് പ്രിഫറൻസ് ഉണ്ട്, അങ്ങനത്തെ സബ്സിഡീസ് ഉണ്ട്. പക്ഷേ അത് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ അന്വേഷിച്ച് അതിൻ്റെ കറസ്പോണ്ടിങ് പേപ്പർ വർക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഫണ്ട് റേസ് ചെയ്യണ കാര്യങ്ങളൊക്കെ സാർ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ശ്രദ്ധിക്കാൻ ചോദിക്കുകയാണ്. ഇപ്പം ബിസിനസ് ലോൺസ് എടുക്കുമ്പോൾ അതിന് അസോസിയേറ്റ് ചെയ്ത് റിസ്ക്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ റിസ്ക്സ് ഉണ്ടെങ്കിൽ അത് എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അങ്ങനത്തെ റിസ്ക്സ് ഒഴിവാക്കാനായിട്ട്? ബിസിനസ് ലോൺ എടുക്കുക എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ലോൺ എന്ന് പറയുന്നത് ബാങ്കുമായിട്ടുള്ളൊരു എഗ്രിമെൻ്റാണ്.
ബിസിനസ് ഓണർ ബാങ്കുമായിട്ടുള്ള ഒരു എഗ്രിമെൻ്റാണ്. നമ്മൾ ഇത്ര രൂപ ബാങ്ക് ഫിനാൻസ് ചെയ്യുന്നു, അത് ഇന്ന രീതിയിൽ തിരിച്ചടവുകൾ അടയ്ക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു എഗ്രിമെൻ്റാണ്. ഒരു ലോണിന് ബിസിനസ് ഓണർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ലോണിൻ്റെ പ്രൊപ്പോസൽ ബാങ്ക് സ്റ്റഡി ചെയ്തിട്ട് അവർ അത് സാങ്ഷൻ ചെയ്യും. സാങ്ഷൻ ചെയ്യുമ്പോൾ ഒരു സാങ്ഷൻ ലെറ്റർ ബാങ്ക് ഇഷ്യൂ ചെയ്യും. ഈ സാങ്ഷൻ ലെറ്ററിൽ ഈ ബാങ്കിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്, ഇതെങ്ങനെ റീപേയ്മെൻറ്റ് കാര്യങ്ങൾ എല്ലാം പറഞ്ഞിട്ടുണ്ടാവും. ഈ സാങ്ഷൻ ലെറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സാങ്ഷൻ ലെറ്റർ ഈ ബിസിനസ് ഓണർ വായിച്ചിരിക്കണം. അവർ വായിച്ച് അത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ഈ ലോൺ ഡിസ്പേഴ്സ് ചെയ്യുള്ളൂ ബാങ്ക്. അപ്പോൾ ഈ പലപ്പോഴും നമ്മളൊരു ലോണിന് പോയിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് വരുന്ന കുറേ പേപ്പറുകൾ ഒപ്പിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പക്ഷേ അതങ്ങനെയല്ല ചെയ്യേണ്ടത്. അതിൽ ഈ സാങ്ഷൻ ലെറ്റർ ഫസ്റ്റ് ഡോക്യുമെൻ്റാണ്. സാങ്ഷൻ ലെറ്ററിലെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഒരു സമ്മറി ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്നുള്ളതും EMI എങ്ങനെയാണെന്നുള്ളതും, അല്ലെങ്കിൽ എത്ര ലോൺ എമൗണ്ട് ആണെന്നുള്ളതും, സെക്യൂരിറ്റി എന്താണെന്നുള്ളതും എല്ലാം നോർമലി സാങ്ഷൻ ലെറ്ററിൽ പറഞ്ഞിട്ടുണ്ടാവും. അത് വായിച്ച് നോക്കിയിട്ട് മാത്രം സൈൻ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ലോൺ ഡോക്യുമെൻറ്റേഷൻ്റെ പാർട്ടായിട്ട് എഗ്രിമെൻറ്റ്സ് വരും. അപ്പോൾ ഈ എഗ്രിമെൻറ്റ്സും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വായിച്ച് നോക്കേണ്ടതാണ്. അത് ഡ്യൂലി ഫിൽഡ് ഇൻ ആയിരിക്കണം. അതിൻ്റെ ഒരു കോപ്പി നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടാവണം. കാരണം പിന്നീട് ഒരു ബാങ്കുമായിട്ടൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുള്ളൂ. ഇതാണ് ഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോൺ എടുക്കുമ്പോഴും ശ്രദ്ധിക്കുക. നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് പല ബാങ്കുകളും ഉണ്ടാവും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വേണമെങ്കിൽ ഒരു ബാങ്കിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് റേറ്റ് നോക്കി വേറൊരു ബാങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യാം. ഇപ്പോൾ പല ബാങ്കുകളും പല ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും ഓഫർ ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഇത് എടുക്കുക. ഈ ലോൺ എമൗണ്ട് എടുക്കുന്നതും എത്ര വേണം, ആവശ്യമുള്ളതിന് കൂടുതൽ ലോൺ എടുത്തിട്ട് നമ്മൾ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാണ്ടിരിക്കുന്നതിൽ കാര്യമില്ല. നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്ര എമൗണ്ട് മാത്രം ലോൺ എടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ഇപ്പം നമുക്ക് ലോൺ എടുക്കുന്നതിന് ഒരു ഇൻട്രസ്റ്റ് കോസ്റ്റ് ഉണ്ട്. ഈ ഇൻട്രസ്റ്റ് കോസ്റ്റും ഇതിൻ്റെ പ്രിൻസിപ്പിളും അടയ്ക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ ബിസിനസ്സിനുണ്ടാവണം. അപ്പോൾ അത് ഇനീഷ്യലി ജഡ്ജ് ചെയ്തതിന് ശേഷമേ നമ്മൾ അത്രയും ലോൺ എടുക്കാവുള്ളൂ. ഇപ്പോൾ ഒരു 20 ലക്ഷത്തിൻ്റെ ഇൻട്രസ്റ്റ് അടയ്ക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ബിസിനസ് ഒരു 1 കോടി രൂപ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ഷുവറാണ്. നോർമലി ഇപ്പോൾ ബാങ്കുകൾ അങ്ങനെ ഫിനാൻസ് ചെയ്യില്ല, പക്ഷേ അതൊരു ഷുവറാണ് ആ ബിസിനസ് പിന്നീട് ആ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാണ്ട് വരും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്നിലെ അവർ ബിസിനസ് സെയിൽ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ അസറ്റ്സ് ഇത് ചെയ്തിട്ടായാലും ആ ബിസിനസ് ഇത് ചെയ്യേണ്ടി വരും, ആ ലോൺ തിരിച്ചടയ്ക്കേണ്ടി വരും. അവരുടെ ക്യാഷ് ഫ്ലോ മൊത്തം ഡാമേജ് ആവും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ വരാണ്ട് നോക്കുക. തിരിച്ച് നമ്മൾ ടാക്സിനെ കുറിച്ച് ചോദിക്കുകയാണ്. ഇപ്പോൾ ലീഗലി ടാക്സ് റെഡ്യൂസ് ചെയ്യാൻ ബിസിനസ്സുകൾക്ക് സാധിക്കുമെങ്കിൽ അതെങ്ങനെയാണ്? ലീഗലി ടാക്സ് റെഡ്യൂസ് ചെയ്യാൻ എല്ലാ ബിസിനസ്സുകൾക്കും പറ്റും. പക്ഷേ അതിന് വേണ്ടത് ഇതെല്ലാം ഓരോ ബിസിനസ് നേച്ചർ അനുസരിച്ചും അവരുടെ ബിസിനസ്സിൻ്റെ ടേൺ ഓവർ അനുസരിച്ചും അവർക്ക് ഏതൊക്കെ ടാക്സസ് ആപ്ലിക്കബിലിറ്റി വരുന്നു എന്നുള്ളതിനനുസരിച്ചുമാണ്. അത് നമുക്കൊരു ഒരു വൺ വേർഡ് ആൻസർ അതിന് പറയാൻ പറ്റില്ല. അത് അതെപ്പോഴും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അല്ലെങ്കിൽ ഒരു ടാക്സ് എക്സ്പെർട്ടുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യുക. കാരണം ഓരോ നേച്ചർ ഓഫ് ബിസിനസ്സിനും ഓരോ ടൈപ്പിലുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റാർട്ടപ്പ്, ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ഉള്ള ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ അവർക്കൊരു 80 IAC എന്നുള്ള സെക്ഷൻ ഉപയോഗിച്ച് അവർക്ക് ടാക്സ് ഹോളിഡേയ്സ് കിട്ടും. പക്ഷേ അതെല്ലാ ബിസിനസ്സിനും കിട്ടില്ല. ജനറലി അതല്ലാതെ നമുക്ക് ടാക്സ് ഇത് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ എക്സ്പെൻസസും പ്രോപ്പറായിട്ട് ബുക്ക് ചെയ്ത് എല്ലാ കംപ്ലയിൻസസും ഇൻഷുർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമലി ഉള്ള ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് എന്തോരമാണോ അതിന് മാത്രമേ ടാക്സ് അടയ്ക്കേണ്ടി വരുള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് കിട്ടും. പക്ഷേ അതിപ്പോൾ എക്സ്പോർട്ടുള്ള ബിസിനസ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു എക്സംഷൻ കിട്ടും. പക്ഷേ അത് എക്സ്പോർട്ടുള്ള ബിസിനസ്സിന് വേണ്ടി മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് ബിസിനസ് എന്താണ്, അവരുടെ പ്രോഡക്റ്റ് എന്താണ്, അവർക്ക് എത്ര വോളിയം ഉണ്ട്, ഇതിനൊക്കെ അനുസരിച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ചെറിയ സംരംഭകർക്ക് GSTയും ഇൻകം ടാക്സിലൊക്കെ എന്തൊക്കെ ഇളവുകളാണുള്ളത്? ഇത് നമുക്ക് രണ്ടായിട്ട് പറയാം. ആദ്യമേ നമ്മൾ GST പറയാം. ഇപ്പോൾ GSTയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 20 ലക്ഷത്തിന് മേളിൽ വിറ്റുവരവുണ്ടെങ്കിലാണ് ഒരു സർവീസ് സ്ഥാപനം GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ 40 ലക്ഷത്തിന് മേളിലാണെങ്കിൽ മാത്രം ഒരു ഗുഡ്സ് ട്രേഡിംഗ് സ്ഥാപനം GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ലിമിറ്റിന് താഴെയാണെങ്കിൽ ഒരു GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമേ ഇല്ല. അതായത് നമ്മുടെ ലോക്കൽ ഒരു ഗ്രോസറി സ്റ്റോർ ആണെങ്കിൽ അവർക്ക് ഈ വരുമാനത്തിൽ താഴെയാണെങ്കിൽ ഒരു GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം
അത് അവർക്കുള്ള ചെറിയ കാറ്റഗറി ആയതുകൊണ്ട് അവർക്ക് റിലാക്സേഷൻ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഒരു ചോദ്യം വരെ, ഇപ്പോൾ ഒരു ഗ്രോസറി സ്റ്റോർ അവർക്ക് 40 ലക്ഷം കഴിഞ്ഞ ഒരു 45 ലക്ഷം ടേൺ ഓവർ ഉണ്ട് ഒരു വർഷം എന്ന് വിചാരിക്കുക. അപ്പോൾ അവരിത് GST കംപ്ലൈ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അവർ അങ്ങനെ കംപ്ലൈ ചെയ്യണമെങ്കിൽ അവിടെ ഒരു സിസ്റ്റം വെക്കണം. ഈ ഓരോ ബില്ലും അടിക്കണം. ഒരു സൂപ്പർ മാർക്കറ്റ് റൺ ചെയ്യുന്ന പോലെ അതിൽ GST കാണിച്ച് ഇതിൻ്റെ ഡീറ്റെയിൽ അത്രയും ഒരു അക്കൗണ്ടിങ് ഒരു സെറ്റപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്ത് ഫോളോ ചെയ്ത് പോകേണ്ടി വരും. അത് ഈ ചെറിയ പ്ലെയേഴ്സിന് അത് പ്രാക്ടിക്കലല്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾക്ക് ഒരു ഓപ്ഷനായിട്ടാണ് കോമ്പോസിഷൻ എന്നുള്ള സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത് GSTയിൽ പറയുമ്പോൾ 1.5 കോടി വരെ വിറ്റുവരവുള്ള ഒരു ഗുഡ്സ് ട്രേഡിംഗ് സ്ഥാപനം. അപ്പോൾ ഗുഡ്സാണ് വിൽക്കുന്നതെങ്കിൽ 1.5 കോടി വരെയും, അതേസമയം സർവീസസ് ആണെങ്കിൽ 50 ലക്ഷം വരെയും ഉള്ള ഒരു വിറ്റുവരവുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അവർക്ക് ഈ അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഇങ്ങനെ ഓരോ ഇത്രയും ITC അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇതിൻ്റെ റെക്കോർഡ്സ് ഒന്നും കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് വിറ്റുവരവ് എത്രയാണോ അതിൻ്റെ ഒരു ഫ്ലാറ്റ് പെർസെൻറ്റേജ് ആയിട്ട് ടാക്സ് അടച്ചാൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 കോടി രൂപ വിറ്റുവരവുള്ള ഒരു ഗുഡ്സ് ട്രേഡിംഗ് സ്ഥാപനമാണെങ്കിൽ അവർക്ക് 1% ടാക്സ് ഒരു മാസം അടച്ചിട്ടുണ്ടെങ്കിൽ, 1 കോടി എന്ന് ഉദ്ദേശിച്ചത് ഒരു വർഷത്തെ ടേൺ ഓവറാണ്. അപ്പോൾ 1% ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേറെ ഒന്നും റിട്ടേൺ ഫയലിങ്ങോ കാര്യങ്ങളോ ഒന്നും, അതിൻ്റെ റിട്ടേൺ ഫയലിംഗ് മാത്രം ചെയ്താൽ മതി. അപ്പോൾ അവർക്ക് ITCയുടെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല, ഇൻപുട്ട് ടാക്സിൻ്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല, വേറെ പർച്ചേസിൻ്റെ അങ്ങനത്തെ ബുക്സ് ഓഫ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അവർക്ക് എളുപ്പമാണത്. അപ്പോൾ നേരെ 1 കോടി രൂപയുണ്ടെങ്കിൽ 1 കോടി രൂപയുടെ 1% എന്ന് പറയുമ്പോൾ 1 ലക്ഷം രൂപ ഒരു വർഷത്തേക്ക് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വേറെ പിന്നെ ഒരു സബ്സിക്വൻറ്റ് സ്ക്രൂട്ടിനിയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് അതുപോലെ തന്നെ സർവീസസ് ആണെങ്കിൽ ഈ 1% എന്നുള്ളത് 6% ആവും. ഇപ്പോൾ ഒരു 50 ലക്ഷത്തിൽ താഴെ ടേൺ ഓവർ ഉള്ള ഒരു സ്ഥാപനമാണെങ്കിൽ, ഒരു സർവീസ് സ്ഥാപനമാണെങ്കിൽ അവർ 6% അടച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ITC ഇൻപുട്ട് അങ്ങനത്തെ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതെല്ലാം ഈ ചെറിയ പ്ലെയേഴ്സിനെ പറ്റുള്ളൂ. പ്ലസ് അവർക്ക് എക്സ്പോർട്ടും ഇമ്പോർട്ടും ഉണ്ടാവരുത്, അവർക്ക് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ഉണ്ടാവരുത്, അങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഇതുപോലെ തന്നെയാണ് ഇൻകം ടാക്സ് ആക്റ്റിലും ഒരു ഓപ്ഷനുണ്ട്. പക്ഷേ ഇൻകം ടാക്സ് ആക്റ്റിൽ വരുമ്പോൾ അത് കുറച്ച് ഡിഫറെൻ്റ് ഇൻ ദ സെൻസ് ഈ ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇൻഡിവിജ്വൽസും പാർട്ട്ണർഷിപ്പും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് LLP അങ്ങനെയുള്ളവർക്ക് ഈ ഓപ്ഷൻ പറ്റില്ല. അതിൽ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ 2 കോടി വരെ വിറ്റുവരവുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അവർക്ക് അവരുടെ ടേൺ ഓവറിൻ്റെ 8% നെറ്റ് പ്രോഫിറ്റായിട്ട് കാണിക്കുകയാണെങ്കിൽ അവർ വേറെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ നോർമലി നമ്മൾ പറഞ്ഞു ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡ്രോ അപ്പ് ചെയ്യും. ലൈക്ക് അവരുടെ ടോട്ടൽ ടേൺ ഓവർ എത്ര, അവരുടെ പർച്ചേസ് എത്ര, എക്സ്പെൻസസ് എത്ര. അപ്പോൾ ഈ ടേൺ ഓവറിൽ നിന്ന് ഈ പർച്ചേസും എക്സ്പെൻസും എല്ലാം കുറച്ച് കഴിയുമ്പോൾ ഒരു നെറ്റ് പ്രോഫിറ്റ് കിട്ടും. അതിലാണ് ഇത്ര ടാക്സ് അടയ്ക്കുന്നത്. അപ്പോൾ ഇവർ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇപ്പം ആ ഒരു കൾച്ചർ നല്ലതാണെങ്കിൽ പോലും ഇപ്പോൾ ചെറുകിട സംരംഭകരും അല്ലെങ്കിൽ ചെറിയ ഈ സ്റ്റോഴ്സ് അല്ലെങ്കിൽ ഇതൊക്കെ ഇത് ചെയ്യുന്നവർ അവർക്ക് ഇത്രയും അക്കൗണ്ട് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവർക്ക് ഈവൻ ടാക്സ് അടയ്ക്കുന്നതിനേക്കാൾ ബേർഡൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം 1 കോടി രൂപ, അപ്പം 2 കോടി വരെയുള്ള ടേൺ ഓവറുള്ള ഈ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് അവരുടെ 8% 16 ലക്ഷം രൂപ നെറ്റ് പ്രോഫിറ്റായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ. അവർ പിന്നെ അക്കൗണ്ട് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി 8 എന്നുള്ളത് 6% കൺസിഡർ ചെയ്യാം അവർക്ക് ഇൻകം വരുന്നത് ബാങ്ക് അക്കൗണ്ടിലാണെങ്കിൽ. അപ്പോൾ ക്യാഷ് ആണെങ്കിലാണ് 8%. അപ്പോൾ അത് ഗവൺമെൻറ് ബാങ്ക് ട്രാൻസാക്ഷൻസ് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരിതാണ്. അങ്ങനെയുള്ളവർക്ക് 6% കാണിച്ചാൽ മതി. അപ്പോൾ ദിസ് ഈസ് സ്പെസിഫിക് ടു ഈ പക്ഷേ ഇതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ലൈക്ക് ഇപ്പം കമ്മീഷൻ ബിസിനസ് അങ്ങനത്തെ കുറച്ച് ബിസിനസ്സുകൾക്കൊന്നും പറ്റില്ല. പക്ഷെ അതല്ലാതെ ജനറലി ഉള്ള എല്ലാ മാനുഫാക്ചറിങ്, ട്രേഡിങ്, അത് സർവീസസ് ബിസിനസ്സിനൊക്കെ ഈ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പിന്നെ സ്പെസിഫിക് ആയിട്ട് പ്രൊഫഷണൽസിന്, ഇപ്പോൾ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ് അങ്ങനെയുള്ള പ്രൊഫഷണൽസിന് വേണ്ടിയിട്ട് ഇതേ സ്കീം തന്നെ സർവീസസിൽ വരുന്നുണ്ട്. അപ്പോൾ അത് വരുന്നത് ഈ പറയുന്ന പോലെ 75 ലക്ഷത്തിന് താഴെയാണെങ്കിൽ 50% ഓഫർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബിസിനസ്സിൽ ഉണ്ടാകുന്ന സർപ്ലസ് പ്രോഫിറ്റ്സ് ഒക്കെ ഉണ്ട്, അത് യൂട്ടിലൈസ് ചെയ്യാനുള്ള ബെസ്റ്റ് വേ എന്താണ്?
ഒരു ബിസിനസ്സിൽ സർപ്ലസ് പ്രോഫിറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും നന്നായിട്ട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇപ്പം സർപ്ലസ് പ്രോഫിറ്റ്സ് ഉണ്ടാകുന്നത് തന്നെ ബിസിനസ് പ്രോഫിറ്റിലായതുകൊണ്ടാണ്. അപ്പോൾ ഒരു ഹയർ റേറ്റ് ഓഫ് റിട്ടേൺ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ബിസിനസ്സിലുള്ളതുകൊണ്ടാണ് അതിൽ സർപ്ലസ് പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് വെച്ചാൽ ആ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് റീഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത്. പിന്നെ അത് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് ഓണേഴ്സിന് റിട്ടേൺ കൊടുക്കാൻ പറ്റും. അത് ഇപ്പം പാർട്ണർഷിപ്പോ അല്ലെങ്കിൽ പ്രൊപ്പറേറ്റർഷിപ്പോ ഒക്കെ ആണെങ്കിൽ റെമ്യൂണറേഷനായിട്ടോ ഇതായിട്ടോ കൊടുക്കാം. അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയൊക്കെ ആണെങ്കിൽ ഡിവിഡൻഡ് ആയിട്ടോ ഇതായിട്ടോ കൊടുക്കാം. പിന്നെ അതർ മോഡ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പം FD അല്ലെങ്കിൽ വേറെ മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ റിട്ടേൺസ് ഈ എക്സിസ്റ്റിംഗ് ബിസിനസ്സിൽ കിട്ടുന്നതുകൊണ്ടാണ് അവിടെ സർപ്ലസ് പ്രോഫിറ്റ്സ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഏറ്റവും ബെറ്റർ എക്സിസ്റ്റിംഗ് ബിസിനസ്സിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഇതിലും കൂടുതൽ ഫെച്ച് ചെയ്യുന്ന വേറെ ബിസിനസ് ഐഡിയാസ് ഉണ്ടെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെയാണ് അവരുടെ പേഴ്സണൽ ആൻഡ് ബിസിനസ് ഫിനാൻസസ് മാനേജ് ചെയ്യേണ്ടത്, ടാക്സ് ഇഷ്യൂസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. അതായത് എപ്പോഴും ബിസിനസ് എക്സ്പെൻസസും അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ റിലേറ്റഡ് ട്രാൻസാക്ഷൻസും പേഴ്സണൽ ട്രാൻസാക്ഷൻസും സെഗ്രിഗേറ്റ് ചെയ്യുക, അത് സെപ്പറേറ്റ് ആക്കി തന്നെ വയ്ക്കുക. ഒരിക്കലും ഒരു ബിസിനസ്സിൻ്റെ ഒരു കറണ്ട് അക്കൗണ്ടിൽ നിന്ന് പേഴ്സണൽ ട്രാൻസാക്ഷൻസ് ചെയ്യാണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ പേഴ്സണൽ ട്രാൻസാക്ഷൻസിന് വേണ്ടി വെച്ചിരിക്കുന്ന സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ കളക്ഷനോ അതിലേക്ക് വരുത്താതിരിക്കുക. ഇത് രണ്ടുമായിട്ട് എപ്പോഴും ഒരു ഡിഫറൻസിയേഷൻ ഉണ്ടാവണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പ്രോപ്പർലി റെക്കോർഡ് ചെയ്ത് പോവുക. ഇപ്പം ബിസിനസ് എക്സ്പെൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞു. പേഴ്സണലി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പേഴ്സണൽ ട്രാൻസാക്ഷൻസ് ആയാലും അത് നമ്മളൊരു ഇപ്പോൾ പ്ലെൻറ്റി ഓഫ് നമുക്ക് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ് മൊബൈലിൽ ഇത് തന്നെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഡെയിലി നമ്മുടെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു മാൻഡേറ്ററി ആണെന്നല്ല, പക്ഷേ നമുക്ക് പേഴ്സണൽ ഫിനാൻസ് മാനേജ് ചെയ്യാൻ അത് നല്ലതാണ്. പ്രത്യേകിച്ച് ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര അധികം ഫ്രൂട്ട്ഫുള്ളാണ്. റെസ്പെക്റ്റീവ് നമ്മൾ പേഴ്സണലി ചെയ്താലും ചെയ്തില്ലെങ്കിലും ബിസിനസ് റിലേറ്റഡ് എക്സ്പെൻസും കാര്യങ്ങളും എന്തായാലും ഡെയിലി ബേസിൽ റെക്കോർഡ് ചെയ്ത് എൻഷുർ ചെയ്ത് പോകണം. അത് സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ആയിരിക്കണം. അത് നമ്മുടെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടുമായിട്ട് മിക്സപ്പ് ചെയ്യരുത്. പ്രോപ്പർ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് മാനേജ് ചെയ്യണം എന്നാണ് സാർ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? വാട്ട് കൈൻഡ് ഓഫ് എന്തൊക്കെ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ആണ് വേണ്ടത്? ഈ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ ഒരു എൻട്രി ഇടുകയെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു പർച്ചേസ് നമ്മൾ എൻട്രി ഇടുകയെന്ന് വിചാരിക്കുക. ഈ പർച്ചേസിൻ്റെ എൻട്രി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ എൻട്രി നമുക്ക് റീവെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സും നമ്മളവിടെ ഡോക്യുമെൻ്റ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ അത് എയ്തർ സോഫ്റ്റ് കോപ്പി ആയിരിക്കാം അല്ലെങ്കിൽ ഹാർഡ് കോപ്പി ആയിരിക്കാം, കുഴപ്പമില്ല. ഇപ്പം പർച്ചേസ് ആണെങ്കിൽ ആ പർച്ചേസിൻ്റെ സപ്ലയറുടെ ബില്ല് നമ്മുടെ കയ്യിൽ ഡോക്യുമെൻറ്റഡ് ആയിട്ടുണ്ടാവണം. ഈ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ ഒരു വർഷം മുന്നത്തെ ഒരു പ്രത്യേക ഡേറ്റിൽ ഒരു പർച്ചേസ് ബില്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഈസിലി എടുക്കാൻ പറ്റണം. അപ്പോൾ ആ പർച്ചേസ് ബില്ല് നമുക്ക് തപ്പാനായിട്ട് ഒരു 2 മണിക്കൂർ സമയം എടുത്തിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പർലി ഇത് നമ്പർ ചെയ്ത് ഫയലിംഗ് സിസ്റ്റംസ് മെയിൻറ്റെയിൻ ചെയ്ത് ഫയലാക്കിയിട്ട് വെക്കണം. ഇൻ കേസ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സോഹോ പോലെയുള്ള അക്കൗണ്ടിങ് പ്ലാറ്റ്ഫോംസ് വന്നു. അതിൽ നമുക്ക് ഓരോ എൻട്രിയിൽ തന്നെ ഇതിൻ്റെ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ടാലിയിലായാലും നമുക്കത് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ടെക്നോളജിക്കലി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ ഐഡിയാസ് എല്ലാം നമ്മൾ അഡാപ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക. ഇതിന് പുറമെ നമ്മൾ റെഗുലറായിട്ട് സൂക്ഷിക്കേണ്ട അല്ലാത്ത ഇതുണ്ട്. ഇപ്പോൾ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്യാഷ് ഡീൽ ചെയ്യുന്ന ഒരു സ്ഥാപനമാണെന്ന് വയ്ക്കുക, ഒരു പെറ്റി ക്യാഷ് എന്ന് വയ്ക്കുക. അവിടെ ഒരു പെറ്റി ക്യാഷ് സിസ്റ്റം നിർബന്ധമാണ്. ആ പെറ്റി ക്യാഷ് സിസ്റ്റം ഇത് നമ്മൾ ഒരു ക്യാഷ് രജിസ്റ്റർ ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു ഓൺലൈൻ സോഫ്റ്റ്വെയറും ആയിരിക്കാം. പക്ഷേ എൻഷുർ ദാറ്റ് നമ്മുടെ ഈ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഈ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്നുള്ളത് ഇറ്റ്സ് അഡിക്വേറ്റ് ടു മാനേജ് ഓൾ ദീസ് തിങ്സ്. ഇപ്പം ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വേണമെന്നുള്ളത് നമുക്ക് ഏകദേശം ക്ലിയർ ആയി നമ്മുടെ ഒരു ടോക്കിൽ നിന്ന്. അപ്പം അക്കോർഡിംഗ് ടു യു ഏതായിരിക്കും 3 ടോപ്പ് ഫിനാൻഷ്യൽ ഹാബിറ്റ്സ് ഒരു ഓൺടർപ്രണർ ഡെവലപ്പ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ പ്രോപ്പർ ബുക്ക് കീപ്പിംഗ്. എല്ലാ ട്രാൻസാക്ഷൻസും കാര്യങ്ങളും പ്രോപ്പർലി റെക്കോർഡ് ചെയ്ത് ഒരു അക്കൗണ്ടിങ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്ത് വരാം. ആൻഡ് സെക്കൻഡ് വൺ, ഓൾവേസ് ഡിഫറൻഷിയേറ്റ് പേഴ്സണൽ ആൻഡ് ബിസിനസ് എക്സ്പെൻസസ്. നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസസ് എപ്പോഴും
ബിസിനസ് എക്സ്പെൻസുമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് തേർഡ് വൺ, ഓൾവേസ് ഹാവ് റിവ്യൂ ഓഫ് യുവർ ബിസിനസ് പെർഫോമൻസ്. അതായത് പീരിയോഡിക്കലി നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക, എത്ര ടേൺ ഓവർ വന്നിട്ടുണ്ട്, എത്ര പ്രോഫിറ്റ് വന്നിട്ടുണ്ട്, ഏതാണ് പ്രോഫിറ്റ് മേക്കിംഗ്, ഏതാണ് ലോസ് മേക്കിംഗ്, എവിടെയാണ് കോസ്റ്റ് കട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് കൂടുതൽ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളിൽ അത് പീരിയോഡിക്കലി റിവ്യൂ ചെയ്ത് പോവുക. ഒരു സബ്ജക്റ്റ് ടു ദ നേച്ചർ ഓഫ് ബിസിനസ് ഒരു മന്ത്ലി എല്ലാ മാസവും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഈ 3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക എപ്പോഴും. ടാക്സേഷനും ബിസിനസ് ഫിനാൻസിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് സാറിന് തോന്നുന്നത് ഏതാണ്, അത് നമ്മൾ അഡ്രസ്സ് ചെയ്യണം എന്ന് തോന്നുന്നത്? ഓക്കെ, അതിൽ കുറച്ച് ഞാൻ ലിസ്റ്റ് ചെയ്ത് പറയാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഈ ചെറിയ ബിസിനസ്സുകൾക്ക് ടാക്സ് അടയ്ക്കേണ്ട എന്നൊരു ഇത്. അത് അങ്ങനെയല്ല. നോർമലി ബിസിനസ് ചെറുതായാലും വലുതായാലും അതിന് ടാക്സേഷൻ ഒരുപോലെയാണ്. അപ്പം ഇപ്പോൾ ഒരു പാർട്ണർഷിപ്പ് ഫേമോ അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ അതിന് ബിസിനസ് ചെറുതാണെങ്കിലും അതിന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിന് ടാക്സ് അടയ്ക്കണം. ഓക്കെ, ഇപ്പോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിലും ടാക്സ് അടയ്ക്കണം. പക്ഷേ അവിടെ നമുക്ക് കുറച്ചുകൂടെ ചെറിയ പ്ലേയേഴ്സിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ സ്മോൾ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ചെറിയ ഓപ്ഷൻസ് ഉണ്ട്. അത് വെച്ച് നമുക്ക് പേഴ്സണൽ ഇൻകം ടാക്സ് ലാബിലേക്ക് കുറച്ച് കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റും എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ അതല്ലാതെ സ്മോൾ ബിസിനസ് ആയാലും ലാർജ് ബിസിനസ് ആയാലും പ്രോഫിറ്റ്സ് ഉണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കണം. ദർ ഇസ് നത്തിങ് ലൈക്ക് സ്മോൾ ബിസിനസ് ആണ് ഈ ടാക്സ് അടയ്ക്കേണ്ട എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു തെറ്റിദ്ധാരണയാണ് ഇപ്പം ഈ ചെറിയ ബിസിനസ്സുകൾക്കൊന്നും ടാക്സ് പ്ലാനിങ്ങിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. അതങ്ങനെയല്ല. നമുക്ക് ബിസിനസ് ചെറുതാണേലും വലുതാണേലും അത് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ടാക്സ് പ്ലാനിങ്ങിൻ്റെ ആവശ്യകതയുണ്ട്. ടാക്സ് പ്ലാനിങ് നേരത്തെ ഇപ്പോൾ ഒരു വർഷത്തെ നമ്മൾ റിട്ടേൺസ് ഫയൽ ചെയ്യുന്നത് ആ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ടുള്ള ജൂൺ, ജൂലൈ അല്ലെങ്കിൽ ഒരു സെപ്റ്റംബർ മാസങ്ങളിലാണ്. സോ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ട്രാൻസാക്ഷൻസ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് അതിൻ്റെ ഒരു സമ്മറി ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്ക്വേർഡ് പോയിട്ട് ഈ ട്രാൻസാക്ഷൻസ് ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇറ്റ് ഈസ് ഓൾറെഡി ഹാപ്പൻഡ്. അപ്പോൾ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വർഷത്തേക്ക് നമുക്ക് ഒരു പ്ലാൻ ചെയ്യാൻ പറ്റും. ഹൗ ക്യാൻ വി അലൈൻ ദ ട്രാൻസാക്ഷൻസ്, ഇത് ഈ വർഷത്തെ മിസ്റ്റേക്സ് വെച്ചിട്ട് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ ടാക്സ് പ്ലാനിങ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഫ്യൂച്ചറിസ്റ്റിക് ആണ്. നമുക്ക് ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് എങ്ങനെയാണ് ടാക്സ് പ്ലാൻ ചെയ്യേണ്ടതെന്നുള്ളത് അത് ഇന്ന് നിങ്ങളുടെ ഒരു ടാക്സ് എക്സ്പേർട്ട് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടുമായിട്ട് ഇരുന്നിട്ട് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്ത് സംസാരിച്ച് അതിനനുസരിച്ച് ടാക്സ് പ്ലാനിങ് ചെയ്തു പോകണം. അപ്പോൾ ടാക്സ് പ്ലാനിങ് ഒരിക്കലും വലിയ ബിസിനസ്സിന് വേണ്ടി മാത്രമുള്ളതല്ല, അത് ചെറിയ ബിസിനസ്സുകൾക്കും വേണ്ടതാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, ചെറിയ ബിസിനസ് ഓണേഴ്സ് എങ്കിലും ഒരു അക്കൗണ്ടൻറ്റിനെ ഹയർ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ദേ ക്യാൻ ഡു, അല്ലെങ്കിൽ അവർക്ക് തന്നെ ചെയ്യാം എന്നൊരു ഇതുണ്ട്. അതിലെപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദ ബിസിനസ് മാൻ ഈസ് നോട്ട് ടു ഡു എവറിത്തിങ്. ബിസിനസ് മാൻ അവരുടെ ബിസിനസ് എന്താണോ അല്ലെങ്കിൽ അവരുടെ ഏരിയ ഓഫ് എക്സ്പെർട്ടൈസ് എന്താണോ അതിൽ വേണം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട്. ഒരു മോസ്റ്റ്ലി ഒരു ബിസിനസ് മാൻ അവരൊരു പ്രോഡക്റ്റ് ഇത് ചെയ്യുന്ന ആളാണെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ മേക്കിങ്ങിലായിരിക്കും അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ഒരു ക്രച്ച് പോയിൻറ്റിലായിരിക്കും ഈ ബിസിനസ് മാൻ എക്സ്പെർട്ടൈസ് ഉള്ളത്. പുള്ളി അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും അവർ ഒന്നിൽ ഔട്ട്സോഴ്സ് ചെയ്യുക, അതല്ലെങ്കിൽ അവരെക്കാളും ബെസ്റ്റായിട്ടുള്ള എംപ്ലോയീസിനെ ഹയർ ചെയ്യുക. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ബുക്ക് കീപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അക്കൗണ്ടൻറ്റിനെ ഹയർ ചെയ്താൽ മേ ബി ദേ ഹാവ് ടു പേ സേ 20,000 എ മന്ത്. അതേസമയം ഈ ബിസിനസ് ഓണർ തന്നെ ഇത് ചെയ്യാനിരുന്നിട്ടുണ്ടെങ്കിൽ ദേ വിൽ ഹാവ് ടു സ്പെയർ ഒരു ഇൻ എ ഡേ മേ ബി 2 hours or 3 hours. ഈ 2 hours or 3 hours അവരുടെ ഏരിയ ഓഫ് എക്സ്പെർട്ടൈസിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ ക്യാൻ ഗ്രോ എക്സ്പൊണൻഷ്യലി. അപ്പം പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ പറ്റും. അപ്പം കാരണം അവരെക്കാളും നന്നായിട്ട് ബുക്ക് കീപ്പിംഗ് ചെയ്യാൻ അറിയാവുന്നത് ദേ ക്യാൻ ഹയർ ആൻ അക്കൗണ്ടൻറ്റ് ആൻഡ് ദേ ക്യാൻ അവർക്ക് ഒരു അക്കൗണ്ടൻറ്റിനെ എംപ്ലോയ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇപ്പം ഔട്ട്സോഴ്സിങ് അല്ലെങ്കിൽ ഈ കൺസൾട്ടിങ് ഇത് ചെയ്യുന്നത്. ഇപ്പം ചാർട്ടേഡ് അക്കൗണ്ട്സിനെ അല്ലെങ്കിൽ ഓഡിറ്റേഴ്സിനെ ആവശ്യമില്ല എന്ന് പറയും. പക്ഷേ അതങ്ങനെയല്ല. അവരെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് ഗുഡ് അഡ്വൈസസ്. പിന്നെ അവർക്ക് നോക്കിയാൽ കാണാത്ത തെറ്റുകൾ ഒരു എക്സ്പെർട്ട്
എക്സ്പെർട്ട് വ്യൂവിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടും. അവർക്ക് ബിസിനസ് എങ്ങനെ ഗ്രോ ചെയ്യണം എന്നുള്ളത് ഇത് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് ചെയ്യണം. പിന്നെ ഇതുപോലെയുള്ളൊരു മിത്താണ്, ഇപ്പോൾ ചെറിയ ബിസിനസ് ഓണേഴ്സ് ഇപ്പം അവർ ക്യാഷായിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്യാഷ് ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാം ഒരു ഡിജിറ്റൽ വേൾഡിലേക്ക് ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നോ വൺ യൂസസ് ക്യാഷ്. ഇപ്പം നമ്മളായാൽ പോലും മാക്സിമം ഗൂഗിൾ പേ അല്ലെങ്കിൽ കാർഡ് സ്വൈപ്സ് ആണ് ഉപയോഗിക്കുന്നത്. എല്ലാവരും ഫോണാണ് കൊണ്ടുവന്നുള്ളൂ. വാലറ്റ്സിൻ്റെ ഒരു കാര്യമേ കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ള ബിസിനസ്സുകൾ മൊത്തം ഡിജിറ്റലൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ക്യാഷ് മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷന് റെഡി അല്ല എന്നാണ് അർത്ഥം. സോ ക്യാഷ് മേടിക്കാം. ഇപ്പോൾ ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ട് ക്യാഷ് തരുമ്പോൾ വേണ്ട എന്ന് പറയേണ്ട ആവശ്യമില്ല. ക്യാഷ് മേടിക്കുക, ബട്ട് റെക്കോർഡ് ഇറ്റ്. അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുക. നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പം ഫ്യൂച്ചറിൽ ഓൾമോസ്റ്റ് ഇത് എല്ലാം ക്യാഷ് ബിസിനസ്സുകൾ എല്ലാം റെഡ്യൂസായി വരും. ആ സമയത്തേക്ക് നമ്മൾ ഇപ്പോൾ ക്യാഷ് ബിസിനസ് ശീലിച്ച ഒരാൾ ആ സമയത്തേക്ക് മാറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കലല്ല. പിന്നെ ഈവൻ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആർ ഓൾസോ നോട്ടഡ്. ഇപ്പം നിങ്ങൾക്കൊരു കസ്റ്റമർ ക്യാഷ് തരുന്ന സമയത്ത് ആ കസ്റ്റമർ അയാളുടെ ബുക്സിൽ മേ ബി ക്യാഷ് കൊടുത്തു എന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. സോ ഇറ്റ് ഈസ് ഓൾസോ ബീങ് നോട്ടഡ്. അപ്പം അതുകൊണ്ട് ക്യാഷ് ബിസിനസ് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്ത് ഒരു മിത്ത് തന്നെയാണ്. മുമ്പ് കേക്ക് ബിസിനസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പലപ്പോഴും അവരുടെ പ്രോഫിറ്റ്സ് മുഴുവൻ പേഴ്സണൽ അക്കൗണ്ടിലേക്കാണ് വരുന്നത്. അപ്പം ആ കേസിൽ അവരെന്താണ് ചെയ്യേണ്ടത്? ശരിക്കും കേക്ക് ബിസിനസ്സാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർ പാഷനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നോർമലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ സേവിങ്സ് ബാങ്കിലായിരിക്കും എമൗണ്ടുകൾ വരുന്നത്. ഇപ്പോൾ എല്ലാവരും ഗൂഗിൾ പേ അല്ലെങ്കിൽ UPI ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് നോർമലി അവരുടെ സേവിങ്സ് അക്കൗണ്ട്സിലേക്കായിരിക്കും വരുന്നത്. ഇത് പ്രശ്നമില്ല, ഒരു ചെറിയ രീതിയിൽ നിൽക്കുന്നവരെ വലിയ പ്രശ്നങ്ങളില്ല. പക്ഷെ ഇവരിതൊരു ബിസിനസ്സാക്കി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾവേസ് ഗോ ഇൻ ടു എ കറണ്ട് അക്കൗണ്ട്. ലീഗലി നോക്കുവാണെങ്കിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഈസ് ഓൺലി ഫോർ സേവിങ്സ്. നമ്മുടെ പേഴ്സണൽ ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. കറണ്ട് അക്കൗണ്ടാണ് ബിസിനസ്സിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. ഇറ്റ്സ് ഓൾവേസ് റെക്കമെൻഡബിൾ ടു ഓപ്പൺ എ കറണ്ട് അക്കൗണ്ട് ആൻഡ് ഡു ദ ബിസിനസ്. പക്ഷേ ഇവർ ഇപ്പം ഓൾറെഡി കുറച്ചൊക്കെ ചെയ്തു പോയി എന്നോർത്തുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും പ്രാക്ടിക്കലി വരാറില്ല. പക്ഷേ അത് കറണ്ട് അക്കൗണ്ട് ചെയ്യുന്നതാണ് എപ്പോഴും സേഫ് ആൻഡ് ഗുഡ്. പിന്നെ ഒരു ബിസിനസ്സാക്കി അവർ കൺവേർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സായിട്ട് അവർ ചെയ്യുന്നുണ്ട്, അവരൊരു സോഴ്സ് ഓഫ് ഇൻകമായിട്ട് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾവേസ് ഡു ഇൻ എ കറണ്ട് അക്കൗണ്ട്. അത് കറണ്ട് അക്കൗണ്ടിൽ തന്നെ ചെയ്യണം. എന്നിട്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ ടേൺ ഓവേഴ്സ് കൂടുന്നുണ്ടെങ്കിൽ GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണെങ്കിൽ അതെടുക്കണം. ബാക്കി ഇപ്പോൾ FSSAI എടുക്കേണ്ടതാണെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻസ് എടുക്കണം. ഇപ്പോൾ പാക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് രജിസ്ട്രേഷൻസ് കാര്യങ്ങൾ എടുക്കണം. അങ്ങനെ ആപ്ലിക്കബിൾ രജിസ്ട്രേഷൻസ് കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് ബിസിനസ് ചെയ്യണം. ഏതായാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡിസ്കഷനായിരുന്നു. ഒരുപാട് ഹെൽപ്ഫുൾ ടിപ്സ് കിട്ടി സാറിൻ്റെ അടുത്ത് നിന്ന്. എസ്പെഷ്യലി പുതിയതായിട്ട് സ്റ്റാർട്ടപ്സ് തുടങ്ങുന്നവർക്കും ചെറുകിട ബിസിനസ്സുകാർക്കും ഇത് വളരെ ഉപകാരമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. താങ്ക് യു സർ. താങ്ക് യു വീണ. നൈസ് ടോക്കിംഗ് ടു യു. ആൻഡ് ഈ സെഷൻ എനിക്ക് ഭയങ്കര ഇൻഫോർമേറ്റീവാണ് എന്ന് തോന്നുന്നു. ഇപ്പം പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും ഒരു ബിസിനസ്സിൻ്റെ ഏർലി സ്റ്റേജസിലുള്ളവർക്കും അവർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അത്രയ്ക്ക് റെലവൻ്റ് ആയിരുന്നു ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാം. അപ്പോൾ എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിനും താങ്ക് യു ഉർവ, ആൻഡ് താങ്ക് യു വീണ. ഇനി ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് പോഡ്കാസ്റ്റിന് വേണ്ടി ഉർവ പോഡ്കാസ്റ്റ് ഫോളോ ചെയ്യാം.